സാംസങ്ങിന്റെ സാംസങ് F16 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 13,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് F16 5G എന്ന ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ സാംസങ് F16 5Gയിൽ 6.7 ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. അമോലെഡ് ഡിസ്പ്ലേ ഈ ഫോണിൽ വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അമോലെഡ് ഡിസ്പ്ലേ വരുന്നു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്, പ്രത്യേകിച്ച് ഒരു 5G ഫോണിൽ. പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ വരുന്നുള്ളൂ. പഞ്ചോൾ ഡിസൈൻ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ വരുന്നുള്ളൂ. പിന്നെ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 800 നിറ്റ്സ് ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അമോലെഡ് ഡിസ്പ്ലേ എന്നുള്ളത് നല്ലൊരു കാര്യമാണ്, പക്ഷെ പഞ്ചോൾ ഡിസൈൻ ഇല്ല എന്നുള്ളൊരു കാര്യവും വരുന്നുണ്ട്. അപ്പം നല്ല എടുത്തു പറയേണ്ട ഒരു ഫീച്ചറും വരുന്നുണ്ട്, കുറച്ച് നിരാശപ്പെടുത്തിയെന്ന് തോന്നിയിട്ടുള്ള ഒരു ഫീച്ചറും വരുന്നുണ്ട് ഡിസ്പ്ലേയുടെ കാര്യത്തിൽ. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 191 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 7.9 mm ആണ്. പിന്നെ ഈ ഫോണിന്റെ ബ്ലിങ്ക് ബ്ലൂ, ഗ്ലാം ഗ്രീൻ, അതുപോലെ തന്നെ വൈബിംഗ് ബ്ലൂ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 6300 എന്ന പ്രോസസ്സറാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഈ ഒരു 13,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള മികച്ചൊരു പ്രോസസ്സറാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആവറേജ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ എന്ന് പറയാവുന്നതാണ്. അപ്പം അത്ര മികച്ചൊരു പ്രോസസ്സർ ഒന്നുമില്ല, എന്നാൽ വലിയ തരക്കേടില്ല എന്ന് പറയാം. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 11ഓളം 5G ബാൻഡ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ ബേസ് വേരിയന്റ് 4GB RAM 128GB ഇന്റേണൽ ആണ് വരുന്നത്. 6GB RAM 128GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും 8GB RAM 128GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോണിൽ സിംഗിൾ സ്പീക്കറാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ ഇതിൽ 3.5 mm ഓഡിയോ ജാക്ക് വരുന്നില്ല. ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള 1 year സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. 6 കൊല്ലത്തെ OS അപ്ഡേറ്റും 6 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. അത് നല്ലൊരു കാര്യം തന്നെയാണ്, പ്രത്യേകിച്ച് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണിൽ 6 കൊല്ലത്തെ OS അപ്ഡേറ്റ് ലഭിക്കുന്നു എന്നുള്ളതൊക്കെ. പിന്നെ ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാപിക്സലിന്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ 5 മെഗാപിക്സലിന്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇത് കൂടാതെ 2 മെഗാപിക്സലിന്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 13 മെഗാപിക്സലിന്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. ഓൺ പേപ്പർ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള തരക്കേടില്ലാത്തൊരു ക്യാമറ സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 25 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. തരക്കേടില്ലാത്തൊരു ചാർജിങ് സ്പീഡാണ്. പിന്നെ ടൈപ്പ് C ചാർജിങ് പോർട്ടും ഇതിൽ വരുന്നുണ്ട്. അപ്പം തരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ് വരുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാൽ ഫോണിന്റെ ബോക്സിൽ ചാർജർ ഉണ്ടാവില്ല, അത് നമ്മൾ സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണിലൊക്കെ ചാർജർ ഒഴിവാക്കുക എന്നത് കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 4GB RAM വെർഷന്റെ വില വരുന്നത് 13,499 രൂപയാണ്. 6GB RAM വെർഷന്റെ വില വരുന്നത് 14,999 രൂപയാണ്. അതുപോലെ തന്നെ 8GB RAM വെർഷന്റെ വില വരുന്നത് 16,499 രൂപയാണ്. പിന്നെ മാർച്ച് 13 മുതലാണ് ഫോണിന്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇനീഷ്യലി ചില ബാങ്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് ബേസ് വേരിയന്റ് 11,499 രൂപയ്ക്കൊക്കെ ലഭിക്കുന്നുണ്ട്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ് ഈ ഒരു ഫോണിൽ. ഇപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ അമോലെഡ് ഡിസ്പ്ലേ എന്നുള്ളത് നല്ലൊരു കാര്യമാണ്, പക്ഷേ പഞ്ചോൾ ഡിസൈൻ വരുന്നില്ല എന്നൊരു കാര്യം വരുന്നുണ്ട്. പിന്നെ തരക്കേടില്ലാത്തൊരു പ്രോസസ്സറും തരക്കേടില്ലാത്ത ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനും തരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു സാംസങ്ങിന്റെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാം എന്നേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പം ഇതേ ഫീച്ചേഴ്സുമായിട്ട് M16 5G എന്ന സ്മാർട്ട് ഫോണും സാംസങ്ങിന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അപ്പം ആ ഒരു ഫോണിൽ സെയിം ഫീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും വില കുറച്ചും കൂടി കുറവാണ്. ആ ഒരു ഫോണ് 12,499 രൂപയ്ക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഫോണിനേക്കാളും 1000 രൂപ കുറവാണ്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ ഇതിൽ അതെടുക്കുന്നതായിരിക്കും നല്ലത്, കാരണം സെയിം ഫീച്ചേഴ്സ് ആണ് രണ്ടിലും വരുന്നത്. അപ്പം രണ്ടിലും ഏതിനാണ് വില കുറവ് എന്ന് വെച്ചാൽ അതെടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. എന്തായാലും ഈ ഒരു ഫോണിൽ തരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പക്ഷേ സാംസങ്ങിന്റെ ഭാഗത്ത് നിന്ന് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ഇപ്പോഴത്തെ ഇതിൽ വരുന്നുണ്ട്. എന്തായാലും നിങ്ങൾ എടുക്കുന്ന ടൈമിൽ ഏതിനാണ് വില കുറവ് എന്ന് വെച്ചാൽ അതെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം അതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.